സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ആരാന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ എൻ്റെ പേര് ദാനിഷ VP. ഞാൻ കുറച്ച് ഇൻസ്റ്റയിൽ കുറച്ച് മോട്ടിവേഷണൽ വീഡിയോസും ലൈഫ് സ്റ്റൈൽ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പേര് എന്നോട് മറ്റേ സ്കിൻ കെയർ അല്ലെങ്കിൽ എന്താണ് സ്കിൻ കെയർ കിറ്റിലുള്ളതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒന്ന് ഓക്കെ, അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കിറ്റാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഏറ്റവും മേടിച്ചൊരു കിറ്റാണിത്. കിറ്റാണ് ഇത്. എനിക്ക് തോന്നുന്നു 150 സംതിങ്. ഈ ഒരു ബാഗിന് എനിക്ക് ഇഷ്ടമായി. നല്ല ക്യൂട്ട് എൻ്റെ സാധനങ്ങളൊക്കെ ഉള്ളൊരു കിറ്റ്. ഫസ്റ്റ് തന്നെ ഈ സ്കിൻ കെയർ എനിക്ക് പറയാനുള്ളത്, സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും ഒരു സ്റ്റിഗ്മയുണ്ട്. അത് ഗേൾസിന് മാത്രമുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അത് ചെയ്യുന്നത് എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ. പക്ഷേ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന ഒരു സെൽഫ് ലവിൻ്റെ ഒരു ഭാഗമാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. നമ്മൾ കുറേ ഫുഡ് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. സ്കിൻ കെയർ മാത്രം പോരാ, ഫുഡും വേണം. അതുപോലെ തന്നെ ഫുഡ് മാത്രം വെറും നമ്മൾ വിറ്റാമിൻസ് സാധനങ്ങൾ മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പുറത്തും നമ്മൾ ടാനൊക്കെ വരുന്ന സമയത്തും അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ ആംബുലൻസിന് സൗണ്ട്. ഓക്കെ, ഞാൻ മാത്രമാണോ ആംബുലൻസിന് സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് പേടി തോന്നുന്നതും? അതുപോലെ എനിക്കൊരു സ്വഭാവമുണ്ട്. ആംബുലൻസ് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഞാൻ അറിയാണ്ട് പ്രാർത്ഥിച്ചു. എനിക്ക് മാത്രമാണോ? നിങ്ങൾക്ക് കൂടി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. നല്ലൊരു സ്വഭാവമാണ്. എന്നെ പറ്റി പൊക്കി പറയല്ല, അങ്ങനെ ആർക്കെങ്കിലും ആ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ നല്ലതാണത്. നമ്മൾ വിഷയത്തിലോട്ട് വരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ ഫേസ് വാഷ് എന്ന് പറയുന്നത് ഡോക്ടർ ഷത്തിൻ്റെ ആണ് തോന്നുന്നത്. എൻ്റെ ഓർമ്മ ആണ്, ഡോക്ടർ ഷത്തിൻ്റെ ഒരു ഫേസ് വാഷ് ഉണ്ട്. അപ്പം അത് ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അത് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് അർവ അവൾ സജസ്റ്റ് ചെയ്തതാണ്. ഇതിൽ മിക്ക പ്രോഡക്റ്റ്സ് അവൾ സജസ്റ്റ് ചെയ്തത് തന്നെയാണ് കേട്ടോ. റിക്വലിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല മോയ്സ്ചറൈസറാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. സ്മെല്ലൊന്നും അത്ര അങ്ങനെ ഓർഡർലെസ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. ഇതിൽ പറഞ്ഞിട്ടുണ്ട് ലോക്സിൻ മോയ്സ്ചർ റീസ്റ്റോഴ്സ് ഡ്രൈ സ്കിൻ. എൻ്റെ ഒന്നാമത് ഡ്രൈ സ്കിൻ ആട്ടോ. അപ്പം അങ്ങനെ ഇതിന് റേറ്റ് എന്താ എനിക്ക് ഓർമ്മയില്ല, ഓൺലൈനിൽ വാങ്ങിയതാണ്. ഓക്കെ, ഫസ്റ്റ് മോയ്സ്ചറൈസർ. സൺസ്ക്രീൻ ഇതും അറവ എനിക്ക് സജസ്റ്റ് ചെയ്ത സൺസ്ക്രീനാണ്. ഇതുണ്ടോ, എർത്ത് റിതമിൻ്റെ ഒരു സൺസ്ക്രീനാണ്. ഇത് എപ്പോഴും ഞാൻ ഈ പാക്കേജിൽ തന്നെയാണ് ഇട്ടെടുക്കുക. കാരണം എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും സാധനങ്ങൾ പൊട്ടി പോകാൻ ചാൻസ് കൂടുതലുള്ളതാണ്. അപ്പം അടുത്താണ് ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അടിപൊളി സാധനമാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ സ്റ്റിക്കാട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ജസ്റ്റ് ആക്കി കൊടുത്താൽ മതി. ഓക്കെ, നല്ലതാണ്. സൺസ്ക്രീൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരിക്കലും സൺസ്ക്രീൻ എന്ന് പറയുന്നത് മേക്കപ്പ് അല്ല. അത് കുറേ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. സൺസ്ക്രീൻ മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്കിൻ അത്രയും നിങ്ങൾ ഏത് ഡെർമറ്റോളജിസ്റ്റിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും അവർ പറയുന്നൊരു കാര്യമാണ്. സ്കിന്ന് അവർ എന്തെങ്കിലും അഡ്വൈസ് അവരോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മിക്ക വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവർ പറയുന്നൊരു കാര്യമാണ് മസ്റ്റായിട്ട് സൺസ്ക്രീൻ, അത് നല്ല സൺസ്ക്രീൻ SPF ഉള്ള നല്ല സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇത് SPF 60 ആണ്. ഓക്കെ, നല്ല സൺസ്ക്രീൻ ആട്ടോ. ഞാൻ ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിത് പറയും. വാസ്ലിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഗ്ലൂട്ടായോ, ഇതും അറവ എനിക്ക് സജസ്റ്റ് ചെയ്തത് തന്നെയാണ്. താങ്ക് യു അറവ ഫോർ ദിസ്. ഓക്കെ, ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഡൂവി റേഡിയൻസ് സെറം ഇൻ ലോഷനാണ്. ഗ്ലൂട്ടാഗ്ലോ എന്ന് കുറേ സാധനം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നല്ല സാധനം, നല്ല സ്മെല്ലത്, നല്ല സ്മെല്ലാണ്. അപ്പോൾ ഇതൊന്നും നൈസ് സാധനമാണ്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടമാണ് ഈ സാധനം. അടുത്തതെന്ന് പറയുന്നത് ഒരു റോൾ-ഓൺ ഉണ്ട്. ഇത് കെമിസെറ്റ് പ്ലേൻ്റെ ഒരു റോൾ-ഓൺ. ആർക്കെങ്കിലും പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന നല്ല പ്രൊഡക്റ്റ് ആട്ടോ. ഇതും അറുപത് സജസ്റ്റ് ചെയ്ത് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അറുപ ആരാന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അറുപ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ജൂനിയറാണ്. അപ്പം ഇതിൽ മിക്ക പ്രൊഡക്ട്സും അവൾ സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങളൊരു ദിവസം എൻ്റെ ഒരുവിധം സാധനം പ്രൊഡക്ട്സൊക്കെ തീർന്ന സമയത്ത് ഞാനിങ്ങനെ അവളോട് പറഞ്ഞു നല്ല പ്രൊഡക്ട്സ് സജസ്റ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഒറ്റയടിക്ക് ഓർഡർ ചെയ്തതാണ് ഇതെല്ലാം. ഓക്കെ, അപ്പം ഇത് കെമിസെറ്റ് പ്ലേൻ്റെ ഒരു റോൾ-ഓൺ ആണ് കേട്ടോ. ഇവിടെ അതാ. ഓക്കെ, അപ്പം ഇത് കെമിസെറ്റ് പ്ലേൻ്റെ റോൾ-ഓൺ ആണ്. ഇത് നല്ല സാധനമാണ് കേട്ടോ. ഞാനിത് വാങ്ങിയത്, ഇത് ഓരോ ഫ്രേഗ്രൻസ് ഉണ്ട്. ഇത് ജാസ്മിൻ ആണ്. അപ്പം ഇത് നല്ല നമ്മുടെ ഓർഡർ
നമ്മൾ സ്മെല്ല് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഡർ അധികം ഒരു പ്രശ്നം ഒരു ഇൻസെക്യൂരിറ്റി ഉള്ള ഒരാളാണെങ്കിൽ ഇത് ബെസ്റ്റ് ഞാൻ പറയും എപ്പോഴും. നല്ല 24 hours എന്തെങ്കിലും എഴുതിയിട്ടുണ്ട്. 24 hours കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു 10, 12, 15 hours നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിൽക്കും കേട്ടോ. നിങ്ങൾക്ക് ആ ഓർഡർ നമ്മളെ ബോഡി ഓർഡർ ഉണ്ടായിരിക്കില്ല. പിന്നെ ഇതിലുള്ളതാണ് ഒരു റേസറിൻ്റെ ഒരു സെറ്റാണ്. ഇതും ഞാൻ അന്ന് എല്ലാം കൂടി വാങ്ങിയപ്പം ഓർഡർ ചെയ്തതാണ്. ഇത് നല്ലതാണ് കേട്ടോ, ഫേസ് റേസർ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. അടുത്തത് ഒരു ലിപ് ബാമാണ്, നിവ്യയുടെ ഒരു ലിപ് ബാം. നൈസ്, കുഴപ്പമില്ല, നമ്മൾ സാധാരണ ലിപ് ബാം പോലെ തന്നെ. അടുത്തതാണ് ഒരു സെറം. ഇത് എനിക്ക് എൻ്റെ ഡോക്ടർ എഴുതിയ സെറമാണ്. ഏജ് ലൈറ്റിൻ്റെ വിറ്റാമിൻ സി സെറമാണ്. നല്ല സെറമാണ് കേട്ടോ. ഇത് അന്ന് വാങ്ങിയപ്പോൾ അത്യാവശ്യം പൈസ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല സാധനമാണ്. ഡോക്ടർ സജസ്റ്റ് കൊണ്ടാണ് ആ ഒരു റേറ്റ് വരുന്നത്. അല്ലാത്ത വിറ്റാമിൻ സി സെറം നിങ്ങൾക്ക് അവൈലബിൾ ആണ്, ഇത് കിട്ടാൻ ഓൺലൈനിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അത് ട്രൈ ചെയ്യുക. അപ്പോൾ നൈറ്റിൽ യൂസ് ചെയ്യേണ്ട സാധനമാണ് അത്. വിറ്റാമിൻ സി സെറം ബെസ്റ്റാണ് സ്കിൻ നമ്മൾ ബ്രൈറ്റൻ ആവാനും സ്കിന്നിലെ പ്രശ്നങ്ങളൊക്കെ മാറാനും. അപ്പം അത്രയേ ഉള്ളൂ. ഇത് പിന്നെ അതിൽ വെറുതെ കിടന്നാണ് ഒരു ഐലാഷ് കളറാണ്, നമ്മളിങ്ങനെ കളറാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയാണ് ബേസിക്കലി എൻ്റെ ഒരു സ്കിൻ കെയർ എന്ന് പറയുന്ന. ബാക്കിയുള്ളതൊക്കെ നമ്മൾ മേക്കപ്പ് ലിപ്സ്റ്റിക് സാധനങ്ങളൊക്കെ അത് വേറെ ബോക്സാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ സാധനങ്ങൾ. എനിക്ക് പറയാനുള്ള സാധനമാണ് ഇത്. ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്ത ഫേസ് പാക്കിലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളൊരു സാധനമാണ് ഈ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഓറഞ്ച് പീൽ പൗഡർ. ഇത് ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ, ഒരിക്കലും അല്ല. ഇത് ഞാൻ ഈ സാധനം മാത്രമേ പറയുന്നുള്ളൂ. പ്രൊമോഷൻ വീഡിയോ ആണെങ്കിൽ കുറേ ഉണ്ടാവുള്ളൂ. ഇത് മാത്രമേ ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇത് ഞാൻ അത്രയും യൂസ് ചെയ്ത് എൻ്റെ ഫേസ് എന്ന് വെച്ചാൽ ഞാൻ സ്പോർട്സിലൊക്കെ പോയതിന് ശേഷം എനിക്ക് ഭയങ്കര ടാനായിരുന്നു. ഭയങ്കര ടാൻ പറഞ്ഞാൽ അത് പിന്നെ ആ ടാൻ എനിക്ക് പോയില്ല. ഞാൻ എന്തൊക്കെ റെമഡീസ് ട്രൈ ചെയ്താലും പോയില്ല. പിന്നെ ഹോസ്റ്റലിൽ കൂടി ആയതുകൊണ്ട് നമുക്ക് അത്ര റെമഡീസ് ട്രൈ ചെയ്യാനൊന്നും നമുക്ക് ഫേസ് പാക്ക് ഇടാനൊന്നും ടൈം കിട്ടില്ല. പക്ഷെ ഞാൻ യൂസ് ചെയ്തതിൽ ഈ ഓറഞ്ച് പീൽ പൗഡർ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ 1 വീക്കോളം യൂസ് ചെയ്തിട്ട് ആവാനായി. അപ്പം നല്ല ഗ്ലോയും ഉണ്ട്. നമ്മളെ സ്കിന്ന് ഇങ്ങനെ റെഡി ആവാൻ നമുക്ക് മനസ്സിലാവും. ടാനൊക്കെ മാറുന്ന നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പം ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കുറച്ച് എടുത്ത് ഇതിലേക്ക് തേനും പിന്നെ കുറച്ച് തൈരും ആഡ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്തിടും. എന്നിട്ടൊരു 20 minutes കഴിഞ്ഞ് ഇത് ജസ്റ്റ് ഇങ്ങനെ റിട്ടേൺസ് ചെയ്ത് വാഷ് ചെയ്ത് കഴിയും. അപ്പോൾ നല്ല റിസൾട്ടുള്ളൊരു സാധനമാണ്. നിങ്ങൾക്ക് സ്കിന്ന് കുറച്ചുകൂടി ബ്രൈറ്റ് ആവണം, സ്കിന്നിന് വ്യത്യാസം വരണം, സ്കിന്നിൽ എന്താ പറയുക എങ്ങനെയെങ്കിലും പിമ്പിൾസും അതിന് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ബ്രൈറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. സ്കിൻ വൈറ്റനിങ് അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, സ്കിൻ ബ്രൈറ്റ് ആണ്. സ്കിൻ വൈറ്റനിങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഞാൻ ഇവിടെ പറയുന്നില്ല. സ്കിൻ ബ്രൈറ്റ് ആണ്, അത് നിങ്ങളുടെ ഉള്ള സ്കിൻ ടോൺ നല്ലതാക്കി തരും. ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇത്രയാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള ബേസിക് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള എന്താ പറയുക സ്കിൻ കെയർ സാധനങ്ങളൊക്കെ. അപ്പം പിന്നെ ഇതിലൊക്കെ ഉപരി ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. വെള്ളം കുടിക്കാം. വെള്ളം ഇത് ഞാൻ പറയുമ്പോഴും ഞാൻ പലപ്പോഴും വിട്ടു പോകാറുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഐ വിൽ ഷോ യു സംതിങ് മൈ ബോട്ടിൽ. ഇതാണ് എൻ്റെ ബോട്ടിൽ. ഇത് 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ്. ഇതുപോലൊരു ബോട്ടിൽ നിങ്ങൾ വാങ്ങിയേക്കുന്ന സമയത്ത് കൂടെ കൊണ്ട് നടക്കാൻ പറ്റുന്നൊരു ബോട്ടിൽ വാങ്ങാം. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അറിയാണ്ട് തന്നെ നമ്മൾ വെള്ളം കുടിക്കും. പിന്നെ ചൂടും കൂടിയാണ്. നിങ്ങളെ തന്നെ കെയർ ചെയ്തിട്ട് സാധനങ്ങൾ മേടിക്കുക. സ്കിൻ കെയർ ആണെങ്കിലും അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ആണെങ്കിലും ഒക്കെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ഇടയ്ക്ക് ഞാൻ മറന്നു പോകാനായിട്ട് വെള്ളം കുടിക്കാൻ, പക്ഷേ മാക്സിമം ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയാണ് സ്കിൻ കെയർ എന്ന് പറയുന്നതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. ചിലപ്പം എന്തെങ്കിലും കുഞ്ഞു വീഡിയോ ആണ്, പക്ഷേ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞത്. കുറച്ച് പേര് ചോദിച്ചു ഇങ്ങനെ എന്തൊക്കെയാണ് സ്കിൻ കെയർ എന്നൊക്കെ പറയുന്നത്. പിന്നെ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് മോട്ടിവേഷനൊക്കെ വിട്ടോ, ഫുള്ള് വേറെ ടൈപ്പ് വീഡിയോസ് ആണല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ ഞാൻ മോട്ടിവേഷൻ മാത്രമല്ല, എൻ്റെ പേജിലുള്ള ആ ഒരു ടാഗ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും എഡ്യൂക്കേറ്റ്, എൻ്റർടൈൻ, ഇൻസ്പയർ ആണ്. അപ്പം അതിൽ ആ 3 കാറ്റഗറിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആവും. അപ്പം എൻ്റർടൈൻ ചെയ്യാനുള്ള കാര്യങ്ങളാണെങ്കിലും എഡ്യൂക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഇൻസ്പയർ ചെയ്യുന്ന മോട്ടിവേഷൻ വീഡിയോസ് ആണെങ്കിലും എൻ്റെ പേജിൽ വരുന്നതായിരിക്കും, എൻ്റെ യൂട്യൂബിൽ വരുന്നതായിരിക്കും. അതിൽ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ഉണ്ടായിരിക്കും, അതുപോലെ മോട്ടിവേഷൻ ടൈപ്പ് വീഡിയോസ് ഉണ്ടായിരിക്കും, ഇൻസ്പയറിങ് വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻഷാല്ല ഇതുപോലെ ഇനിയും വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇനി എന്ത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ തന്നെയല്ലേ ബാക്കി എല്ലാവരും പറയാറ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ കൂടെ. ഓക്കെ, സോ ബൈ.